EVM മാറ്റി നിർത്തി ബാലറ്റ് പേപ്പറിലൂടെയാണ് തെലങ്കാന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഫലം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുകയും BJP തകർന്നടിയുകയും ചെയ്ത ജനവിധിയാണ് തെലങ്കാനയിൽ സംഭവിച്ചത്. EVM മാറ്റിവെച്ച് നേരത്തെ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നത് പഞ്ചാബിലാണ്. അവിടെ മറിച്ചൊന്നുമല്ല സംഭവിച്ചത്. BJP നിലം തൊട്ടില്ല. ആ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തനിയാവർത്തനമാണ് തെലങ്കാനയിലും കണ്ടത്. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബാലറ്റിലായതുകൊണ്ട് തന്നെ ഏറെ നീണ്ട മണിക്കൂറുകൾ കൊണ്ടാണ് പൂർണ്ണമായും ഫലം പുറത്തു വന്നത്. ചരിത്ര വിജയം കുറിച്ച കോൺഗ്രസ് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ജയം പിടിച്ചെടുത്തത്. ഈ സന്തോഷം രാഹുൽ ഗാന്ധി മറച്ചുവെച്ചില്ല. തെലങ്കാനയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ രാഹുൽ ഗാന്ധി എന്നും കോൺഗ്രസ് സർക്കാരും ജനപ്രതിനിധികളും വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും നൽകി കഴിഞ്ഞു. 116 മുനിസിപ്പാലിറ്റികളിലേക്കും 7 കോർപ്പറേഷനുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ട്. 116 നഗരസഭകളിൽ 83 ഇടങ്ങളിൽ കോൺഗ്രസ് ആണ് മുന്നിലുള്ളത്. 23 നഗരസഭകളിൽ BRS മുന്നേറുമ്പോൾ 5ഇടത്താണ് BJPക്ക് ലീഡുള്ളത്. 5ഇടങ്ങളിൽ മറ്റു പാർട്ടികളും മുന്നിലാണ്. 7 കോർപ്പറേഷനുകളിൽ 4ഇടങ്ങളിലും കോൺഗ്രസിന് ലീഡുണ്ട്. ഒരിടത്ത് കോൺഗ്രസ്, ഒരിടത്ത് BJPയും ലീഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഫലം വന്നപ്പോൾ 1537 സീറ്റുകളിൽ കോൺഗ്രസ് വിജയം കൊയ്തിരിക്കുകയാണ്. BJPക്ക് 336 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. തെലങ്കാന 10 വർഷം ഭരിച്ച KC ചന്ദ്രശേഖര റാവുവിന്റെ BRS 781 സീറ്റുകളിൽ വിജയിച്ചു. ബുധനാഴ്ചയാണ് സംസ്ഥാനത്തെ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 116 മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണത്തിലേറിയ കോൺഗ്രസിന് ആത്മവിശ്വാസം ഉയർത്തുന്ന ഫലമാണ് പുറത്തുവരുന്നത്. സംസ്ഥാന ഭരണകക്ഷിയായ കോൺഗ്രസിനും പ്രതിപക്ഷ BRSനും BJPക്കും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തദ്ദേശ തലത്തിലും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇറങ്ങിയത്. ആ പ്രതീക്ഷ കാത്തുവെന്ന് കാണാൻ സാധിക്കും. അതേസമയം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ചന്ദ്രശേഖർ റാവുവിന്റെ BRS കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും നില അല്പം ഒന്ന് മെച്ചപ്പെട്ടുവെങ്കിലും കോൺഗ്രസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. കോൺഗ്രസിനും BRSനും പകരമായി സംസ്ഥാനത്ത് സാന്നിധ്യമാകാനാണ് BJP ശ്രമിച്ചത്. പക്ഷേ ഏറ്റില്ല. ഇക്കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രബല പാർട്ടി എന്ന സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിനും BRSനുമെതിരെ ഒരുപോലെ ബദലായി ഉയർന്നുവരുമെന്ന BJP പ്രഖ്യാപനമാണ് നിലം തൊടാതെ പോയത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടികൾ നേരിട്ട BRS ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BRS അംഗം വെട്ടാനിറങ്ങിയത്. പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള അരി വിതരണം, ആരോഗ്യശ്രീ ആരോഗ്യ പദ്ധതി, സർക്കാർ നടത്തുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ദരിദ്രർക്ക് 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേമ പരിപാടികൾ ഇതിനകം കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. അതിനുള്ള നന്ദി വോട്ടർമാർ ബാലറ്റിലൂടെ അറിയിച്ചപ്പോൾ BJP കാവേരി നദിയിൽ എറിയപ്പെട്ടുവെന്നും കാണാൻ സാധിക്കും. എല്ലാ മുനിസിപ്പാലിറ്റികളുടെയും വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും രാജ്യത്തുടനീളം ബാലറ്റ് പേപ്പർ എത്തിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കൂടിയാണ് അംഗീകരിക്കപ്പെടാൻ പോകുന്നത്.